ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് വീട്ടിലേക്ക് 2-3 ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുവാണ് കേട്ടോ. ചേട്ടൻ ഓഫീസിൽ പോയി, ഇന്ന് വർക്കിംഗ് ഡേ ആണ്. എൻ്റെ നെയ്ബേഴ്സ് ആണ് കേട്ടോ. തൊടുപുഴയിൽ നിന്നാണ് അവർ വരുന്നത്. ജോർജ് ചേട്ടനും ബിജി ചേച്ചിയും ജിതിനും ജിതിൻ്റെ വൈഫ് അൻസുവും ആണ് കേട്ടോ വന്നത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അഞ്ചുരുളി ടണൽ കാണാൻ വേണ്ടി പോകുവാണ്. ഇവർ വെറും നെയ്ബേഴ്സ് മാത്രമല്ല കേട്ടോ, എൻ്റെ അമ്മയുടെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു കേട്ടോ ബിജി ചേച്ചി. നെയ്ബേഴ്സ് എല്ലാവരുമായിട്ടും നല്ലൊരു ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ എൻ്റെ അമ്മ. എല്ലാവർക്കും എൻ്റെ അമ്മയും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എല്ലാവരും വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ജിതിൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ആ ഫ്രണ്ട്ഷിപ്പും സ്നേഹവും എല്ലാം എൻ്റെ ജീവിതത്തിൽ ചേട്ടൻ വന്നപ്പോഴും ജിതിൻ്റെ ജീവിതത്തിൽ അൻസു വന്നപ്പോഴും അതെല്ലാം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. ജിതിൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അൻസു സൗദിയിലുമാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷന് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അഞ്ചുരുളി ടണലിലെത്തിയേ. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 4 മണി ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ വന്നിരുന്നു. ഇവർക്കിനി റിട്ടേൺ തൊടുപുഴ പോകേണ്ടതുകൊണ്ട് വന്ന സമയം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ ആ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയില്ല. കുറച്ച് നേരം എന്നാൽ ടണലത്ത് പോയി നിന്നിട്ട് ടണലിൻ്റെ ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി ഞങ്ങൾ ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ പോയത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അഞ്ചുരുളി ടണൽ നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പക്ഷേ ഈ ഭാഗം ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അന്ന് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. ഈ ജലാശയത്തിന് ചുറ്റും 5 മലകളുണ്ട്. ആ 5 മലകൾ ഉരുളി കമഴ്ത്തിയ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് അഞ്ചുരുളി എന്ന് പേര് വന്നത് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ആദിവാസികളാണ് അഞ്ചുരുളി എന്ന് പേരിട്ടത് എന്നും പറയപ്പെടുന്നുണ്ട്. വെയിൽ കുറച്ച് താഴ്ന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ടണലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 2 ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ആടിയിട്ടോ. അപ്പോൾ അതിൽ ബീച്ചേശിക്കും ജോർജ് ചേട്ടനും ഒന്ന് കയറി ഇരുന്ന് ആടണം എന്നൊരാഗ്രഹം. അങ്ങനെ അവർ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് അഞ്ചുരുളി ടണൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അഞ്ചുരുളി ടണൽ കാണിച്ചിരുന്നു. അന്ന് പക്ഷേ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2-3 ആഴ്ചയും കൂടെ കഴിഞ്ഞപ്പോഴേക്കും വെള്ളം നന്നായിട്ട് കുറഞ്ഞു കേട്ടോ. ഇരട്ടയാർ ഡാമിൽ നിന്നാണ് ഈ ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 5-5.5 കിലോമീറ്ററോളം ഈ ടണലിന് ലെങ്ത് ഉണ്ട്. അങ്ങനെ ഇരട്ടയാർ ഡാമിൽ നിന്നും ഈ ടണലിലൂടെ ഈ വെള്ളം ഇടുക്കി ജലാശയത്തിലേക്ക് പതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം വരുവേ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം കുറഞ്ഞു നിൽക്കുന്നത്. നിറയെ വവ്വാലുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ടണലിൽ. ഈ ടണലിൽ ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ടണലിലേക്ക് വെള്ളം ഇല്ലാത്തപ്പോൾ കുറച്ചൊക്കെ കയറിപ്പോകാം. വവ്വാലുകളും പാമ്പുകളും പിന്നെ ഉള്ളിലേക്ക് കയറും തോറും ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അധികം അങ്ങനെ ആൾക്കാരും അതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ദൂരമൊന്നും നടന്നു പോകാറില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ താഴെ വരെ മാത്രമേ ഇറങ്ങാറുള്ളൂ. അതും വേനൽക്കാലത്ത് മാത്രം, വെള്ളമില്ലാത്തപ്പോൾ മാത്രമാണ് കേട്ടോ ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങാറുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അധിക സമയം ഞങ്ങളവിടെ നിന്നില്ല, തിരിച്ചു പോന്നു. പിന്നെ ജിതിനൊക്കെ എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോകുവാണ് കേട്ടോ തൊടുപുഴയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്